എല്ലാവർക്കും നമസ്കാരം. പറളി പഞ്ചായത്തിലെ ഒരു കാര്യം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പറളി പഞ്ചായത്തിൽ അഴിമതി പറഞ്ഞ സാധനം കുറവാണ്. കാരണം എന്തുകൊണ്ടറിയോ? വികസനമല്ല. വികസനം ഉണ്ടെങ്കിലല്ലേ അഴിമതി ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ പറളി സ്കൂളിൽ മുന്നിലാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ഒരു ഡൗട്ടാണ്. ഞങ്ങളൊക്കെ ഒരുപാട് വട്ടം കയറിയ ഒരു സ്ഥലമാണ്. അപ്പോഴും നമുക്കിത് അറിയില്ല. പക്ഷേ ഇപ്പോഴാണ് ഒരുപാട് പേര് പറയുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലായിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ ഒരു വാട്ടർ ടാങ്ക്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ താഴെയാണ് ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേനൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആലോചിച്ച് നോക്കി, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് കിട്ടിയ ഈ വാട്ടർ ടാങ്ക് പ്രവർത്തനമല്ല. അതും പഞ്ചായത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള പറളി സെൻറ്ററിലുള്ളത്. ഇതൊന്നും ആലോചിച്ച് നോക്കി, ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും നേരിട്ട് കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. സോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു. ഹൈറ്റ് കൂടുതലാണെന്നോ ഹൈറ്റ് കുറവാണെന്നോ അങ്ങനെ എന്തൊക്കെയോ നൂലാമാലകളുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ വാൾവിൻ്റെ പ്രശ്നം എന്തൊക്കെയോ പറയണു. പക്ഷെ ആരും ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഭരിച്ച ആരും ഇപ്പോൾ ഭരിക്കുന്ന ആരും കാണാനും ഉദ്ദേശിക്കുന്നുമില്ല. ശേഷം എങ്ങനെ പോലും ഒരു 10-20 വർഷത്തിന് മേലേക്കാവും തോന്നുന്നു ഇത് കെട്ടിയിട്ടിട്ട്. എന്തായാലും ഇതിന് വിവരാവകാശം കൊടുക്കുന്നവർക്ക് കുറേ പേര് പറഞ്ഞു കൊടുത്ത അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എടുക്കണമെന്നുണ്ട്. സോ അധികാരപ്പെട്ടവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്നും ആരും ശ്രദ്ധിക്കണം നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലാണ്. ഇനി ഓരോന്നായിട്ട് പുറത്ത് വരും. സോ ഇതിനുള്ള തീരുമാനം നിങ്ങൾ പെട്ടെന്നാക്കുക. ഇത്രയും പൈസ ചിലവാക്കി കിട്ടിയ സാധനം, അതും പറളി പഞ്ചായത്ത് തൊട്ട് ബാക്കിൽ. എൻ്റെ പറളി പഞ്ചായത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു നോളേജ് ഇല്ല. എങ്ങനെ എന്താ ചെയ്യുന്നില്ല, എന്തൊക്കെയോ ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാക്കുക എന്നുള്ളൊരു ഐഡിയ സത്യത്തിൽ ഇവിടെ ഭരിക്കുന്നവർക്കില്ല, ഭരിച്ചവർക്കില്ല. അതുകൊണ്ട് ഇനി പറളത്തെ ഓരോ കാര്യങ്ങൾ ഇതേപോലെ വരും. അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ഫോളോ ചെയ്തൊക്കെ പറളത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളെന്താ പറയുക, മാറ്റങ്ങൾ നമുക്ക് തുടങ്ങാം. മാറ്റങ്ങൾ നമ്മളാരും ഉണ്ടാകുന്നതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് നോക്കി നോക്കാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഈ വീഡിയോ പറളിയിലെ അധികാരപ്പെട്ടവർക്ക് എത്തിക്കുക, പറളിക്കാർക്ക് മൊത്തം എത്തിക്കുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണും, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക.